എല്ലാവരും സുഖമല്ലേ? ഇന്ന് സുക്കീനി സ്ലൈസ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഇതൊരു നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരുപാട് നേരമൊന്നും മെനക്കെടണ്ട. ഒരു 1 പോട്ട് ഡിഷ് ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഒരു സുക്കീനി എടുത്തിട്ടുള്ളത്. സുക്കീനി കാണാൻ ക്യൂക്കമ്പർ പോലെയാണെങ്കിലും അകത്ത് താലോലിക്കൊക്കെ പോലത്തെ ഒരു ടെക്സ്ചറാണ്. ഇപ്പം എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ 4 മുട്ട വേണം. അതിൽ 2 മുട്ട ആദ്യം പിന്നെ 2 മുട്ട ലാസ്റ്റിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ബേക്കൺ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചിക്കൻ ഇടാം, പ്രോൺസ് ഒക്കെ ഇടാം, അതൊന്നും ഇല്ലെങ്കിലും സാരമില്ല. പിന്നെ വേണ്ടത് 1 കപ്പ് ചീസ്, അത് ചെഡർ ചീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 കപ്പ് മൈദമാവും, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. സെൽഫ് റൈസിങ് ഫ്ലവർ ആണെങ്കിൽ വെറും 3/4 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവർ. പിന്നെ അണിയൻ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതില്ലാത്തവർ ഒരു 1/2 കഷ്ണം സവാള അരിഞ്ഞിട്ടാലും മതി. പിന്നെ പെപ്പർ പൗഡർ. ഈ പെപ്പർ പൗഡറിൻ്റെ കൂടെ അയമോദകമൊക്കെ ആഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് എല്ലാം ഇടാം. പച്ചമുളക് ഇടാം. ഇതിപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ളത് കാണിച്ചു തരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ ട്വീക്ക് ചെയ്തോ. ആദ്യം 2 മുട്ട ഞാൻ വിസ്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ അണിയൻ പൗഡർ, പെപ്പർ പൗഡർ. ഉപ്പ് നോക്കിയിട്ടിടുക, കാരണം ബേക്കണിൻ്റെ അകത്ത് ഉപ്പുണ്ടാവും, ചീസിൻ്റെ അകത്ത് ഉപ്പുണ്ടാവും. ഈ മീറ്റൊന്നും ഇടാണ്ട് തന്നെ വെറും വെജിറ്റേറിയൻ പോലെയും ആക്കാം. എഗ്ഗ് ഉണ്ടാവും. പിന്നെ സുക്കീനി കണ്ടാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക കാണാൻ. ഈ ഗ്രേറ്റ് ചെയ്ത സുക്കീനിയും നമുക്ക് ഈ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യാം. സോ 2 മുട്ടേൻ്റെ അകത്ത് ബേക്കൺ, ചീസ്, സുക്കീനി, സ്പൈസസ്, ഇതൊക്കെ ഉപ്പും ഇതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെയുള്ള 2 മുട്ട നമുക്ക് കലക്കിയിട്ട് അതിലേക്കാണ് മൈദയും കൂടെ ഇട്ട് കലക്കുക. ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാ മറ്റേ 2 മുട്ടേൻ്റെ അകത്ത് മൈദമാവ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു സീവിലൂട്ട് അരിച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ ആ ബേക്കിംഗ് സോഡ എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. എന്നിട്ട് നമുക്ക് ഇത് മറ്റേ സുക്കീനി മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു ട്രെയിൻ്റെ അകത്ത് നമുക്ക് ലൈന് ഇങ്ങനെ ചെയ്തിട്ട് മിക്സ്ചർ ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കൂളാവാൻ വെക്കാം. എന്നിട്ട് നല്ലോണം സ്ലൈസ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്, നല്ല ഹെവിയുമാണ്. ഇതൊരു ഐറ്റം മാത്രം തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.